ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു സമയം നിങ്ങളോടും അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനോടുമുള്ള ഒരു മനോഭാവം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ്. ഇവിടെ നമുക്ക് ലവ് ഒറാക്കിൾ മെസ്സേജസ് അവസാനം നോക്കാം. ആദ്യമേ തന്നെ ഈ ഒരു മെയിൻ സ്പ്രെഡ് എന്താണ് നമ്മളോട് പറഞ്ഞു തരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഒരു പെർഫെക്റ്റ് ടൈമിംഗ് അടുത്ത് നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് നമുക്കിതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും അത്രയും വൈബ്രൻറ്റ്, അത്രയും ആ ഒരു ലവിങ്, എല്ലാ തരത്തിലുള്ള ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസിൽ നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു മെജീഷ്യൻ എനർജിയൊക്കെ പോലെ ആ ഒരു ഇൻഫിനിറ്റ് സൈനാണ്. ആ ഒരു ഏത് തരത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളോ തേർഡ് പാർട്ടി സിറ്റുവേഷൻസോ എന്ത് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിരുന്നെങ്കിലും എല്ലാം തട്ടിത്തെറിപ്പിച്ച് വരാൻ പാകത്തിന് ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിവിടെ നോക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തി ഒരുപാട് നാളുകളായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്തായിക്കോട്ടെ ഒരു മരവിച്ചൊരവസ്ഥയായിരിക്കാം. കാരണം ഈ ഒരു പേഴ്സൺ ഒരു തീരുമാനം എടുക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് തരാനോ ഒന്നും കഴിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ അത് കഴിയാത്തതെന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ ഒരു തീരുമാനം എടുക്കാത്തത് കൊണ്ട് മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരൊരു ട്രാപ്ഡ് സിറ്റുവേഷനിലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അത് ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ ഒരു ചോയ്സിൻ്റെ പുറകെ പോയി, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് സംഭവിച്ചൊരു മണ്ടത്തരം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇവരായിട്ട് തന്നെ തിരഞ്ഞെടുത്തൊരു വഴിയായിരിക്കാം, അല്ലെങ്കിൽ ഇവർ ഒരു പ്രലോഭനത്തിൽ പെട്ടുപോയതായിരിക്കും. എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ആ ഒരു പുകമറയ്ക്കകത്തായിരുന്നു ഈ ഒരു പേഴ്സൺ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നല്ലതാണെന്ന് കരുതി പോയതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബെറ്റർ ഓപ്ഷൻ എന്നുള്ള രീതിയിൽ പോയതായിരിക്കാം. ഇനിയിപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി എനർജി ആയിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ഫാമിലിയോ അങ്ങനെയുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്നേഹത്തിൻ്റെ പേരിൽ അവിടെ കൂടുതലൊന്ന് ഡെഡിക്കേറ്റ് ആയിട്ട് നിന്നൊരു പേഴ്സൺ ആയിരിക്കാം. പക്ഷെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർ പെട്ടിരുന്നത് ഒരു ട്രാപ്പിലായിരുന്നു, അല്ലെങ്കിൽ അവർ വിചാരിച്ചതുപോലെ തന്നെ ഒരു റൈറ്റ് പാത്ത് ആയിരുന്നില്ല അത് എന്ന് നല്ലൊരു തിരിച്ചറിവ് ഈ ഒരു വ്യക്തിക്കുണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് പുറത്ത് കടക്കാനായിട്ട് ശ്രമിച്ചിരുന്ന ഒരു പേഴ്സണാണ് ഈ ഒരു വ്യക്തി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്തൊരു പ്രോപ്പർ കമ്മിറ്റ്മെൻറ്റ് തരാനോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ബന്ധം ഒന്ന് ആക്റ്റീവാക്കി കൊണ്ടുപോകാനോ സാധിക്കാതിരുന്നത്. ഇവിടെ ഒരു ട്രാപ്ഡ് സിറ്റുവേഷൻ നമുക്ക് നന്നായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ അവരുടെ ഒരു എനർജി എന്ന് പറയുന്നത് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് വരാൻ നമ്മൾ വെമ്പൽ കൊള്ളുക എന്നൊക്കെ പറയുന്നത് പോലെ നിൽക്കുന്ന ഒരു എനർജിയാണ്. ആ ഒരു സിറ്റുവേഷൻ അവസാനിപ്പിച്ച് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പേടിച്ച് വരാനോ അല്ലെങ്കിൽ ഒളിക്കാനോ അല്ലെങ്കിൽ ഹൈഡ് ചെയ്ത് വരാനോ ഒന്നും നിൽക്കുന്ന ഒരു എനർജി അല്ല. അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ കാരണം നമ്മൾ ചില റീഡിങ്സിനകത്തൊക്കെ കാണാറുണ്ട്, തേർഡ് പാർട്ടി എനർജി അവിടെ ഉണ്ടാവും, പക്ഷേ അതിൽ നിന്ന് വരാനുള്ളൊരു ഗഡ്സ് ഉണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഹൈഡ് ചെയ്ത് നിങ്ങളോടുള്ളൊരു ആഗ്രഹം, താല്പര്യമൊക്കെ കാരണം അങ്ങനെ വരുന്ന എനർജീസൊക്കെ കാണാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാണ്. ഒരു ഫിയറിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം മാറി അത്രയും ഒരു സ്ട്രെങ്ത്നെസ് നമുക്ക് ഇവിടെ ഈ ഒരു പേഴ്സൻ്റേതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തീരുമാനിച്ചുറപ്പിക്കുക എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു എനർജിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെയധികം ആ ഒരു ദൃഢനിശ്ചയം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന എനർജീസ് എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഒരുപാട് പേർക്കെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ ഇതിനോടകം തന്നെ ഒരു കോണ്ടാക്റ്റ് വന്നിട്ടുണ്ടാവാം. ഒരുപാട് നാളുകളായിട്ട് ചിലപ്പോൾ സൈലൻ്റ് ആയിട്ടോ നോ കോണ്ടാക്റ്റിലോ ലെസ് കോണ്ടാക്റ്റിലോ ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഒരു മെസ്സേജോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഇതിനോടകം തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇത് നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിത്തിൻ നോ ടൈം എന്ന് പറയാം, അത്രയും ഫാസ്റ്റായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാൻ നിൽക്കുന്ന ഒരു പേഴ്സണാണ്. ഇനി മുൻപിൻ നോക്കാനായിട്ട് ഈ ഒരു വ്യക്തി നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു എനർജിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ചില കാര്യങ്ങളുണ്ട് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ മനസ്സിനകത്ത് ചില തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാലും അത് നടപ്പിലാക്കണം, അല്ലെങ്കിൽ അത് നടപ്പിലാക്കാനുള്ള ഒരു ഗഡ്സ് വേണം. ഇനി അത് ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ഒരു റൈറ്റ് ടൈമും ആയിരിക്കണം. നമുക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ വരണം. അല്ലാത്തൊരു സമയമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ
നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അത് അനുകൂലമായില്ല എന്ന് വരാം. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു റൈറ്റ് ടൈം തന്നെയാണ്, പെർഫെക്റ്റ് ടൈമിംഗ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ടൈം തന്നെയാണ്. അപ്പോൾ ആ ഒരു ടൈം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ ആ യൂണിവേഴ്സ് എനർജിയുടെ എല്ലാം ആ ഒരു ബ്ലെസ്സിങ് നമ്മളിലേക്ക് ഉണ്ടാവുന്ന ഒരു ടൈം പീരീഡാണ്. അപ്പോൾ ആ ഒരു ദൈവാധീനം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള ഒരു ടൈം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ട്രൂ ആവുന്ന ഒരു ടൈം പീരീഡാണ്. അപ്പോൾ ആരുടെയൊക്കെയോ സ്വപ്നങ്ങൾ പൂവണിയാൻ പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾ ആഗ്രഹിച്ച കാര്യം എന്താണോ അതിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വെല്ലുവിളിയായിട്ട് നിന്നിരുന്ന ആ ഒരു തേർഡ് പാർട്ടി എനർജി എന്താണോ അല്ലെങ്കിൽ ആരാണോ, ആ ഒരു എനർജിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു എനർജി അവസാനിപ്പിച്ചു വരാനായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണെ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ അതിനി വകവയ്ക്കാതെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിനെ എതിർത്ത് നിൽക്കുന്ന വ്യക്തികളൊക്കെ ഇതിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് വളരെയധികം ഡിഫെൻസീവായിട്ടായിരിക്കും ഈ ഒരു പേഴ്സൺ പെരുമാറുക. അതായത് സ്വന്തമായിട്ടുള്ള ഇഷ്ടങ്ങൾ നടപ്പിലാക്കണം എന്ന് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇപ്പോൾ ഇത്രയും നാൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മരവിച്ച അവസ്ഥ എന്ന് പറയുന്നത് കാര്യങ്ങൾ ചിലപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് പോയതുകൊണ്ടായിരിക്കാം, ആ ഒരു ഔട്ട് ഓഫ് കൺട്രോൾ വന്നതുകൊണ്ടായിരിക്കാം ഈ ഒരു പേഴ്സണ് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ സൈലൻ്റ് ആയിട്ട് ഇരിക്കേണ്ടി വന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ആ ഒരു ട്രാപ്പ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതൊരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും സ്വന്തം തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒന്ന് ഭയക്കേണ്ടെന്ന ഒരു സിറ്റുവേഷനിലായിരുന്നിരിക്കാം ഈ ഒരു പേഴ്സൺ. ഇപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് ഇവർ തീരുമാനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം യൂണിവേഴ്സായിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു പേഴ്സൺ ഒറ്റയ്ക്ക് വിചാരിച്ചുകൊണ്ട് മാത്രമായിരിക്കണം എന്നില്ല, ഇപ്പോൾ ഒരു പെർഫെക്റ്റ് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടായിരിക്കാം അവർക്ക് അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള ആ ഒരു സ്ട്രെങ്ത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എത്രയും വേഗം നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളതാണ്. ഇനിയിപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പൊക്കെ ആണെങ്കിൽ ഒരു കോർട്ട് കേസ് വരെയൊക്കെ പോകാനുള്ള അത്രയും ഒക്കെ സഞ്ചരിച്ചിട്ടുള്ളൊരു റിലേഷൻഷിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് പോകണം, അല്ലെങ്കിൽ ആ ഒരു റീയൂണിയനിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ടൈം പീരീഡാണ്. അത്രയും ചിലപ്പോൾ നിങ്ങൾ ഇതിനകത്ത് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവാം. റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ ഇതിന് ഒരു ഫ്യൂച്ചർ ഉണ്ടാവില്ലേ എന്നുള്ളൊരു രീതിയിൽ വരെ ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടെത്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻസ് ആയിക്കോട്ടെ, പ്രാർത്ഥനകളായിക്കോട്ടെ, അതെല്ലാം സഫലമാകാനായിട്ട് പോകുന്ന ഒരു ടൈം പീരീഡായിട്ട് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. എത്ര ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ പോലും റിലേഷൻഷിപ്പ് ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ആ ഒരു സ്റ്റെബിലിറ്റി കൈവരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ ഈ പേഴ്സൺ മറ്റെന്തിനേക്കാൾ പ്രധാനപ്പെട്ടതായിട്ട് നിങ്ങളെയാണ് കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെയാണ് കാണുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു ലൈഫ്, അല്ലെങ്കിൽ ആ ഒരു ലോകം നിങ്ങളുടേത് മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരുപാട് വ്യക്തികളുണ്ടായിരുന്നു, അല്ലെങ്കിൽ തേർഡ് പാർട്ടി എനർജിയുടെ ഇൻ്റർഫിയറൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പല തടസ്സങ്ങളും ഇതിനകത്ത് കയറി ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും, അല്ലെങ്കിൽ ആ രണ്ടുപേരെന്നുള്ള ഒരു സങ്കല്പമാണ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുള്ളത്. നമ്മളോട് നോക്കുമ്പോൾ പോലും നിങ്ങളുമായിട്ടും പുറത്തേക്ക് പോകാനായിട്ട് ആ ഒരു പേഴ്സൻ്റെ മനസ്സ് വെമ്പൽ കൊള്ളുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ള ആ ഒരു ടൈം പീരീഡാണ് ഈ പേഴ്സൺ സ്വപ്നം കാണുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ കുറച്ചധികം വ്യക്തികൾക്കും ഇതൊരു ലോങ് ഡിസ്റ്റൻസ് കണക്ഷൻ തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു പേഴ്സൺ വിദേശത്തും നിങ്ങൾ നാട്ടിലൊക്കെയാണ് ഉള്ളതെങ്കിൽ ആ ഒരു വ്യക്തി ചിലപ്പോൾ നാട്ടിലേക്ക് വരുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കും. ഡയറക്റ്റ്ലി തന്നെ ചിലപ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തെന്ന് വരാം, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങളെ കാണാൻ വന്നു എന്ന് വരാം. ആ ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു എനർജീസ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ഈ ഒരു റീയൂണിയൻ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ആ ഒരു റീകൺസിലിയേഷൻ ടൈമിൽ, അല്ലെങ്കിൽ ആ ഒരു ടൈമിന് ശേഷമാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ തേർഡ് പാർട്ടി എനർജീസ് വീണ്ടും നിങ്ങളെ ഇൻ്റർഫിയർ ചെയ്യാനായിട്ട് വന്നേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ വളരെ കോൺഫിഡൻ്റ് ആണ് എന്നുള്ളതാണ് ഇവിടെ നമ്മളെടുത്ത് പറയേണ്ടുന്ന ഒരു കാര്യം. അതായത് നമ്മളിവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഒരു ട്രാപ്ഡ് സിറ്റുവേഷനകത്തായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവർക്കൊരു തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിലായിരുന്നു ഈ ഒരു വ്യക്തി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിന് ഇൻ ബിറ്റ്വീനുള്ള തേർഡ് പാർട്ടി എനർജീസ് അത്രയും സ്ട്രോങ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു റീകൺസിലേഷൻ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സംഭവത്തിനാണെന്നുണ്ടെങ്കിലും അത്രയും എതിർപ്പ് ആ ഒരു ഭാഗത്തുനിന്ന് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയുന്ന ഒരു കാര്യമായിരിക്കും തേർഡ് പാർട്ടി എനർജീസ് എന്ന് പറയുമ്പോഴത്തേക്കും അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തികളാണ്, അല്ലെങ്കിൽ ചുമ്മാ അടങ്ങിയിരിക്കുന്ന പേഴ്സൺസ് ആയിരിക്കണം എന്നില്ല എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി വളരെയധികം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ പ്രതിസന്ധികളോ തടസ്സങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വകവയ്ക്കുന്നില്ല എന്നുള്ളൊരു എനർജിയിലുണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ കുറച്ചധികം പേർക്കെങ്കിലും ഇതൊരു നോ കോൺടാക്ട് സിറ്റുവേഷനായിട്ട് ചിലപ്പോൾ കുറച്ച് നാളുകളായിട്ടുണ്ടാവാം. കാരണം ഈ ഒരു പേഴ്സൻ്റെ എനർജിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുമായിട്ടുള്ള ആ ഒരു റീയൂണിയൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടൊരു ഹാപ്പിയസ്റ്റ് മൂമെൻ്റ് ആയിട്ട് തന്നെ അവർ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സെലിബ്രേഷൻ എനർജിയൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അകൽച്ചയ്ക്ക് ശേഷമുള്ള ഒരു അടുപ്പം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. അത്രയും ആ ഒരു ഫാസ്റ്റ് മൂവിങ് എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു സ്പ്രെഡിലുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള ലവ് ഒറാക്കിൾ മെസ്സേജസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഇമാജിൻ ഓൾ അൺവാണ്ടഡ് തോട്ട്സ് ഡിസോൾവിങ് ഇൻ ടു ലൈറ്റ്, ക്രിയേറ്റിംഗ് റൂം ഫോർ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പോസിബിലിറ്റീസ് ഫോർ യുവർ ലൈഫ് എന്നുള്ള ഒരു എനർജിയാണ്. അപ്പോൾ ഇത് മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാനിഫെസ്റ്റേഷൻ പോലെ തന്നെയാണ്. ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, ആങ്സൈറ്റീസ്, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നു, അല്ലെങ്കിൽ അലിഞ്ഞു ചേരുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് ആ ഒരു ലൈറ്റിൽ അലിഞ്ഞു ചേരുന്നത് പോലെ നിങ്ങൾ ഇമാജിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മളുടേതായിട്ടുള്ള ആ ഒരു നെഗറ്റീവ് എനർജി റിലീസ് ചെയ്യൂ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോഴാണ് നമ്മളിലേക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ്, പോസിബിലിറ്റീസ് എല്ലാം കടന്നു വരിക. എപ്പോഴും ആ ഒരു നെഗറ്റീവ് എനർജി നിലനിൽക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവിനോടായിരിക്കും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മളായിട്ട് തന്നെ നമ്മളിലേക്ക് വരേണ്ടുന്ന ആ ഒരു പുതിയ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സ് പാകപ്പെടുത്തിയെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് പോസിറ്റീവ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. അപ്പോൾ ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ബാലൻസ് എന്നുള്ളൊരു എനർജിയാണ്. അപ്പോൾ ആ ഒരു പേര് പറയുന്ന പോലെ തന്നെയാണ്, ലവ് ഈസ് നോട്ട് ഓൾവേസ് അബൌട്ട് എഗ്രീയിങ് ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ്. എ ഗ്രേറ്റ് റിലേഷൻഷിപ്പ് ഈസ് വൺ ദാറ്റ് ബോത്ത് സപ്പോർട്ട്സ് ആൻഡ് ചലഞ്ചസ്. അതായത് എപ്പോഴും എല്ലാവരുടെയും ആഗ്രഹമാണ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഏത് കാര്യം ആയിക്കോട്ടെ, അതിനകത്ത് സന്തോഷം മാത്രം വേണം, അല്ലെങ്കിൽ അങ്ങനെ അങ്ങോട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ തീർച്ചയായിട്ടും എല്ലാ കാര്യത്തിലും ഒരു അപ്പ് ആൻഡ് ഡൗൺ എന്നുള്ള രീതിയിൽ മാറ്റങ്ങളുണ്ടാവും. ആ ഒരു ചേഞ്ചസ് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല, അതിനകത്ത് ചാലഞ്ചസ്, വെല്ലുവിളികളും ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു ബാലൻസിങ് ആണ് എല്ലാ കാര്യവും. ആൻഡ് ഇവിടുത്തെ ലാസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു മെസ്സേജ്, അല്ലെങ്കിൽ അവരുടെ ഒരു മൈൻഡാണ് നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നത്. എ മെസ്സേജ് ഫോർ യു. ഐ ആം തിങ്കിങ് ഓഫ് യു ദിസ് വെരി മൊമെൻറ്റ്. യുവർ ലവ് ഫിൽസ് മീ വിത്ത് ലൈറ്റ്. ഐ ലവ് യു എന്നുള്ളൊരു എനർജിയാണ്. അപ്പോൾ ഇത് ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഈ ഒരു നിമിഷത്തിൽ പോലും അവർ നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അത്രയേറെ അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ ആ ഒരു ലവ്, അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിൽ കാണാൻ സാധിക്കും. ഈ ഒരു ചുരുങ്ങിയ വാക്കുകളിലൂടെ ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇമോഷൻസിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പ്രണയം അവരിൽ പ്രകാശം നിറയ്ക്കുന്നു എന്നുള്ള സൂചനയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. കാരണം ഇവിടെ നിങ്ങളുടെ എനർജി ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് വ്യക്തമായിട്ടില്ല. അവരുടെ ഇപ്പോഴുള്ള ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, ഇതിനകത്തുള്ള ആ ഒരു ഡിവൈൻ ടൈമിംഗ് ഒക്കെ മാത്രമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ക്ലൂസിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റ് ആണ്. ലെറ്റർ ജി, ലെറ്റർ പി, കോട്ടയം ഡിസ്ട്രിക്റ്റ്, വിശാഖം നക്ഷത്രം, നമ്പർ 3, ഇടുക്കി ഡിസ്ട്രിക്റ്റ്, ലെറ്റർ എസ്, ഫെബ്രുവരി മന്ത്, സെജിറ്റേറിയസ് zodiac sign, Leo zodiac sign, number 17, letter M, letter D, number 13, number 15, പൂരം നക്ഷത്രം, letter Y, മാർച്ച് മന്ത്, നമ്പർ 10, ലെറ്റർ ടി ആണ് കേട്ടോ. വിർഗോ സോഡിയാക് സൈൻ, നമ്പർ 28, ചോതി നക്ഷത്രം, തിരുവോണം നക്ഷത്രം, മകയിരം നക്ഷത്രം, Aries zodiac sign, and finally letter B.
അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. സോ ഇവിടെ വന്നിട്ടുള്ള എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുടേതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. റീകൺസിലേഷനായിട്ട് ഒരു പെർഫെക്റ്റ് ടൈമിംഗ് വന്നിരിക്കുന്ന ഒരു റീഡിംഗ് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ 100% ഇതിന് വേണ്ടിയിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. നിങ്ങൾ മാനിഫെസ്റ്റേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.